മറ്റു വാർത്തയിലേക്ക് പോകണം. 18ാം ലോക്സഭാ സ്പീക്കറെ ഇന്ന് തിരഞ്ഞെടുക്കും. കഴിഞ്ഞ തവണത്തെ സ്പീക്കർ ഓം ബിർളയെ തന്നെയാണ് ബിജെപി സ്പീക്കർ സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നത്. എൻഡിഎ സഖ്യകക്ഷികളും ഇത് അംഗീകരിച്ചു. കൊടിക്കുന്നിൽ സുരേഷിനെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്നാൽ തങ്ങളുമായി ചർച്ച ചെയ്യാതെയാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതെന്ന് തൃണമൂൽ കോൺഗ്രസ് പരാതിപ്പെട്ടു. രാഗേഷ്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ഈ മത്സരം അത്ര സ്ഥിരമല്ല ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക്. പക്ഷേ ഇത്തവണ അതിന് അനുകൂലമായ സാഹചര്യങ്ങൾ സംഭവിച്ചു. ഒടുവിൽ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോയി. മറ്റെന്തൊക്കെയാണ് പ്രത്യേകതകൾ ഈ സ്പീക്കർ മത്സരത്തിന്റെ? രഞ്ജിത്ത്, 11 മണിക്കാണ് ലോക്സഭ സമ്മേളിക്കുക. അതിൽ ഇന്നത്തെ അജണ്ടയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സ്പീക്കർ തെരഞ്ഞെടുപ്പാണ്. സ്വാഭാവികമായും ആദ്യത്തെ നടപടി ഒരുപക്ഷെ കഴിഞ്ഞ 2 ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ ചെയ്യാത്ത അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും. അതിനുശേഷം സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ള നടപടികൾ ആരംഭിക്കും. ഏതായാലും 2 പേർ മത്സര രംഗത്തുണ്ട്. എൻഡിഎക്കായി 17ാം ലോക്സഭയുടെ സ്പീക്കറായിരുന്ന ഓം ബിർള, ഒപ്പം തന്നെ ഇന്ത്യ സഖ്യത്തിനായി കൊടിക്കുന്നിൽ സുരേഷും മത്സര രംഗത്തുണ്ട്. നേരത്തെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിൽ സമവായം എത്താത്തതിനെ തുടർന്നാണ് ഏതായാലും ഇന്ത്യ സഖ്യം മത്സര രംഗത്തേക്ക് വരുന്നത്. തുടർന്ന് ഈ അവസാന നിമിഷത്തിലാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പേര് നിർദ്ദേശിച്ചുള്ള പ്രമേയം സമർപ്പിക്കുകയും ചെയ്തത്. ഏതായാലും ഇന്ന് സഭയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓം ബിർളയുടെ പേര് നിർദ്ദേശിക്കും. അത്തരമൊരു പ്രമേയം പ്രധാനമന്ത്രി മുന്നോട്ട് വയ്ക്കും. രാജ്നാഥ് സിംഗ് അതിനെ പിന്തുണയ്ക്കും എന്നാണ് ഇപ്പോൾ എൻഡിഎ വൃത്തങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും എൻഡിഎ കക്ഷി നേതാക്കളുടെ യോഗം ഇപ്പോൾ ചേരുകയാണ്. വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞാണ് എൻഡിഎ യോഗം ചേരുന്നത്. അതായത് ടിഡിപി നേതാക്കളുടെയൊക്കെ യോഗം ഇപ്പോൾ കേന്ദ്രമന്ത്രി റാംമോഹൻ നായിഡുവിന്റെ വസതിയിലാണ് ചേരുന്നത്. കാരണം എങ്ങനെ വോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങളടക്കെയാണ് ഇപ്പോൾ പരിശോധിച്ച് വരുന്നത്. ഏതായാലും എൻഡിഎ സഖ്യത്തിന് നിലവിലെ സാഹചര്യത്തിൽ വിജയം ഉറപ്പാണ്. ഓം ബിർള തന്നെ സ്പീക്കറാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. 293 അംഗങ്ങൾ എൻഡിഎക്കുണ്ട്. 271 വിജയിക്കാൻ ആവശ്യമായ വോട്ടായി വേണ്ടത്. ഏതായാലും ജഗൻമോഹൻ റെഡ്ഡി അടക്കമുള്ള YSR കോൺഗ്രസ് നേതാക്കൾ അംഗങ്ങൾ ഈ ജഗൻമോഹൻ റെഡ്ഡി വ്യക്തമാക്കിയിട്ടുണ്ട്. YSR കോൺഗ്രസ് അംഗങ്ങൾ എൻഡിഎക്ക് അനുകൂലമായി വോട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് 300-നടുത്ത് വോട്ടുകൾ ഓം ബിർളയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇന്ത്യ സഖ്യം ഈ മത്സരത്തെ കാണുന്നത് ജയിക്കുന്നതിനപ്പുറം എല്ലാ കാര്യങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ 10 വർഷക്കാലം സർക്കാർ എന്ത് ചെയ്തിരുന്നു ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ, ഏകപക്ഷമായ രീതിയിൽ മുന്നോട്ട് പോകാൻ അനുവദിക്കില്ലെന്ന നിലപാടാണ് ഇന്ത്യ സഖ്യത്തിനുള്ളത്. ഇപ്പോൾ പോലും ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിൽ പോലും പ്രതികരിക്കുന്നത് പത്രിക പിൻവലിക്കാൻ, ഈ മത്സരത്തിൽ നിന്ന് ഒഴിവാകാൻ തയ്യാറാണെന്ന പ്രതികരണങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കളിൽ നിന്ന് വരുന്നുണ്ട്. പക്ഷേ സർക്കാർ ഉറപ്പ് നൽകണം ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിൽ. അങ്ങനെ ഒരു ഉറപ്പുണ്ടെങ്കിൽ മത്സരത്തിനില്ല എന്ന നിലപാടിലേക്ക് ഏതായാലും ഇന്ത്യ സഖ്യം ഈ ഘട്ടത്തിലും എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും തൃണമൂൽ കോൺഗ്രസ് നേരത്തെ ചില അതൃപ്തി കഴിഞ്ഞ ദിവസങ്ങൾ പരസ്യമാക്കിയിരുന്നു. അതായത് അവരോട് കൂടിയാലോചിക്കാതെയാണ് കൊടിക്കുന്നിൽ സുരേഷിന്റെ പത്രിക നൽകിയത് എന്നാണ്. പക്ഷേ രാഹുൽ ഗാന്ധി മമതാ ബാനർജിയുമായി ഈ സംഭവത്തിന് ശേഷം ഫോണിൽ വിളിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ. മാത്രവുമല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് ഇന്നലെ അവസാന നിമിഷമാണ് സർക്കാർ ഇത്തരത്തിലൊരു ഉറപ്പും നൽകാതെ വന്നപ്പോൾ അവസാന നിമിഷത്തിലാണ് പത്രിക നൽകിയത്. 11:55 പത്രിക നൽകിയത്. ആ സമയം അവിടെ ഉണ്ടായിരുന്ന NCP ഒപ്പം തന്നെ ശിവസേന തുടങ്ങിയ കക്ഷി നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. തൃണമൂൽ നേതാക്കൾ ആ സമയത്ത് യോഗത്തിലായതുകൊണ്ടാണ് അവരുമായി കൂടിയാലോചിക്കാൻ കഴിയാതെ പോയത് എന്ന പ്രതികരണമാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഏതായാലും തൃണമൂൽ കോൺഗ്രസും ഈ വോട്ടെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന് കൊടിക്കുന്നിൽ സുരേഷിന് അനുകൂലമായി വോട്ട് ചെയ്യും. രാഹുൽ ഗാന്ധി മമതാ ബാനർജിയുമായി സംസാരിച്ചു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്ത. ഈ പ്രതിപക്ഷ നേതൃസ്ഥാനം സംബന്ധിച്ചാണ് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി ഇന്നലെ പ്രഖ്യാപിച്ചു. നേരത്തെ പറഞ്ഞ പോലെ KC വേണുഗോപാൽ പ്രഖ്യാപനം നടത്തി. ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് ശേഷമാണ് ഈ സ്ഥാനത്തേക്ക് എത്തിയത്. ഇനി പ്രധാന തീരുമാനങ്ങൾ, നയപരമായ തീരുമാനങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ടെടുക്കുന്ന സമിതികളിൽ രാഹുൽ ഗാന്ധിയും അംഗമായിരിക്കും. അത് വലിയൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. 10 വർഷമായി എതിരാളികളില്ലാതെ ഭരിച്ചിരുന്ന BJPക്ക്, നരേന്ദ്രമോദിക്കൊക്കെ ചോദ്യം ചെയ്യാൻ ഒരാൾ വരികയാണ്. ആ തരത്തിൽ കാണണ്ടേ ഈ ഒരു നീക്കത്തെ? രഞ്ജിത്ത്, ഔദ്യോഗികമായൊരു പ്രതിപക്ഷ നേതാവ് വരുന്നു 10 വർഷത്തിന് ശേഷം എന്നുള്ളതാണ് ഈ 18ാം ലോക്സഭയുടെ പ്രത്യേകത. കാരണം 16, 17 ലോക്സഭകളിൽ കോൺഗ്രസിന് അതിനുള്ള അംഗബലം ഉണ്ടായിരുന്നില്ല. ഏറ്റവും വലിയ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും വലിയ കക്ഷിയായിരുന്നെങ്കിൽ പോലും പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ആവശ്യമായ 54 സീറ്റുകളിലേക്ക് എത്താൻ കോൺഗ്രസിന് സാധിച്ചിരുന്നില്ല. 44 ആയിരുന്നു 2014 സീറ്റ്. 2019 അത് 52 ഉയർന്നെങ്കിൽ പോലും അപ്പോൾ പോലും 10% എന്ന നിലയിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. 99 സീറ്റുകൾ കോൺഗ്രസിന് തനിച്ചുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഏതായാലും സോണിയാഗാന്ധി ഇന്നലെ തന്നെ പ്രോട്ടം സ്പീക്കർക്ക് രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രതിപക്ഷ നേതാവ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കത്ത് നൽകിയിട്ടുള്ളത്. സ്വാഭാവികമായും ഔദ്യോഗിക പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വരുന്നു, വലിയ ചുമതലകളിലേക്ക് രാഹുൽ ഗാന്ധി വരുന്നു എന്ന പ്രത്യേകതയുണ്ട്. നേരത്തെ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗത്തിലൊക്കെ തന്നെ ഈ ആവശ്യം ഉയർന്നതാണ്. രാഹുൽ ഗാന്ധി
പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കണമെന്നുള്ളത്. ഏതായാലും ഇപ്പോൾ അക്കാര്യത്തിൽ ഔദ്യോഗിക തീരുമാനം കൂടി വരികയാണ്. ഏതായാലും രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ രാഹുലിനെ പ്രതിപക്ഷ നേതാവായി നിയമിച്ചുകൊണ്ട് കോൺഗ്രസിന് തീരുമാനം വന്നതിന് ശേഷം ചേരുന്ന ആദ്യ സഭ ദിനമാണ് ഇന്ന്. പ്രത്യേകത കൂടിയുണ്ട്. ആ ദിവസം തന്നെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ നാടകീയ രംഗങ്ങൾക്ക് ഏതായാലും ഇന്ന് സ്പീക്കർ തെരഞ്ഞെടുപ്പ് വേദിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. രഞ്ജിത്ത്. രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്.